എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിജു രാജൻ. എൻ്റെ ബിസിനസ്സിനെ ഞാൻ ഏത് രീതിയിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? പ്രൈവറ്റ് ആയിട്ട് ഞാൻ ചെയ്യണോ, LLP ആയിട്ട് ചെയ്യണോ, പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് ചെയ്യണോ, അതോ MSME രജിസ്ട്രേഷൻ എടുത്താൽ മതിയോ? ഇത്തരത്തിലുള്ള സംശയം പലർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബിസിനസ് രീതികൾ പറയാം, ബിസിനസ് ചെയ്യുന്ന രീതികൾ. അതിന് ഏറ്റവും ഫേവറബിൾ ആവുന്ന രീതിയിലുള്ള രജിസ്ട്രേഷൻ ഏതാണെന്നും ഞാൻ ഷെയർ ചെയ്യാം. നമുക്ക് ഏത് രജിസ്ട്രേഷൻ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഏത് രജിസ്ട്രേഷൻ വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും ഫേവറബിൾ ആവുന്ന രജിസ്ട്രേഷൻ ഏതാണ്, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേത്, നിങ്ങൾ ചെറിയ രീതിയിൽ, അതായത് വീട്ടിൽ വെച്ചിട്ട് തന്നെ ഒരു 5 ലക്ഷം രൂപയ്ക്ക് താഴെ മുതൽ മുടക്കിൽ ഒരു 5 HP താഴെ മോട്ടോർ കപ്പാസിറ്റി മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ റെഡ് കാറ്റഗറിയിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലൈസൻസുകളുടെ ആവശ്യമൊന്നും വരുന്നില്ല. ഇപ്പോൾ ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി ഇമ്പാക്ട് ലൈസൻസ് എല്ലാം വേണം. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ ഫൗണ്ടേഷൻ ലെവലിൽ എടുക്കേണ്ട ലൈസൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ആക്കണമെന്നും ഒരിക്കലും നിങ്ങൾ ആക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു പ്രൈവറ്റ്, ഒരു LLP അതൊന്നും നിങ്ങൾ അതിലേക്ക് നിങ്ങൾ കടക്കരുത്. എന്തെങ്കിലും ഒരു ലൈസൻസ് വേണം, എന്തെങ്കിലും ഒരു ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ഇതിൽ വേണ്ടേ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MSME രജിസ്ട്രേഷൻ എടുക്കാം. അത് മാൻഡേറ്ററി അല്ല, ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. MSME രജിസ്ട്രേഷൻ, ഉദ്യം രജിസ്ട്രേഷൻ്റെ പോർട്ടലിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് MSME രജിസ്ട്രേഷൻ അപേക്ഷിച്ച് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ ചെറിയ രീതിയിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ MSME രജിസ്ട്രേഷൻ തന്നെ നമുക്ക് ധാരാളമാണ്. രണ്ട്, നിങ്ങൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഏത് രീതിയിലാണ് ഫോം ചെയ്യേണ്ടത്? എഗെയിൻ, ചെറിയ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈവൻ ഈ MSME രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ചെയ്യാം. ഒരു പ്രൊപ്പറേറ്റർ എന്ന് പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് പ്രൈവറ്റ് ആക്കണം, LLP ആക്കണം എന്ന് മാൻഡേറ്ററി അല്ല, റൈറ്റ്? നിങ്ങൾക്കൊരു പ്രൊപ്പറേറ്ററായി നിന്നുകൊണ്ട് ഒരു GSTയും MSME രജിസ്ട്രേഷൻ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പോർട്ടിങ്ങിലേക്ക് കടക്കാവുന്നതാണ്. എക്സ്പോർട്ടിന് വേണ്ടുന്ന പ്രോഡക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള മറ്റ് ലൈസൻസുകളൊക്കെ വേണം. ഈ കോഡ് വേണം, അപ്പോൾ തന്നെ FSI സെൻട്രൽ ലൈസൻസ് വേണം. അതൊക്കെ നമുക്ക് അഡീഷണൽ ആണ്. പക്ഷേ കമ്പനി സെറ്റപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. ആൻഡ് മൂന്നാമത്തേത്, പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അടുത്ത സുഹൃത്താവാം, കുടുംബാംഗം ആവാം, ആരാണെന്നുണ്ടെങ്കിലും രണ്ടോ രണ്ട് പേരിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഞാൻ പറയുന്നത് നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമോ ഒരു LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. വളരെ ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ബിസിനസ്സിലേക്ക് കടക്കുക എന്നുള്ളതാണ്. കാരണം മനുഷ്യരാണ്, എപ്പോൾ വേണമെങ്കിലും കോൺഫ്ലിക്റ്റ് വരാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം വ്യക്തികൾക്കിടയിൽ. അപ്പോൾ അതുകൊണ്ട് പരിചയക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് കടക്കുക. അടുത്ത സുഹൃത്താണ്, കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾക്കറിയാം, അങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗമാണ് എങ്കിൽ നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ഫേം ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. കാരണം ഇത്തരത്തിൽ പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറയാനായിട്ടുള്ള റീസൺ, ഒന്ന് ലീഗലായിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമൊന്നുമില്ല, രണ്ടുപേര് തമ്മിൽ ജസ്റ്റ് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേരിലായിരിക്കണം ഈ ട്രേഡ് മാർക്ക് എടുക്കേണ്ടത്, റൈറ്റ്? ഈ പാർട്ട്ണർഷിപ്പ് ഫേം ആവുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പിൻ്റെ പേരിൽ ആ ഒരു പാൻ കാർഡിലുള്ള ആ ഒരു പേര് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് മാർക്കിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ബാക്കിയുള്ള എല്ലാ ലൈസൻസുകളും ആ സ്ഥാപനത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഈവൻ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് അതിൽ ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് വീതിച്ചെടുക്കാനായിട്ട് കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഒരാളുടെ തലയ്ക്ക് വരും, അത് പ്രശ്നമാവും. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ പിൻബലത്തോടു കൂടി മാത്രം നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോവുക. അത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിർബന്ധമായിട്ട് ചെയ്യുക. കാരണം ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുള്ള ബിസിനസ്സുകൾ നമുക്ക് പരിചയമുണ്ട്. അതുകൊണ്ടാണ്. കാരണം അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, പക്ഷേ പണത്തിൻ്റെ ഒരു കാര്യം വരുന്ന സമയത്ത് തമ്മിൽ തല്ലി പിരിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ പേരിൽ മാത്രമായിട്ട് ആ ബിസിനസ് അങ്ങ് ഒതുങ്ങും, മറ്റേ ആൾക്ക് പ്രശ്നമാവും. നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ അത് ശ്രദ്ധിക്കുക. ഇനി അടുത്തത്, ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റാർട്ടപ്പ് എന്നുള്ളത്, ഏത് ഗണത്തിൽപ്പെടുന്ന ബിസിനസ്സിനെയാണ് സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാൻ കഴിയുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റാണ് നിങ്ങൾ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സർവീസാണ്, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ ഒരു അടുത്ത ലെവലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താനായിട്ട് കഴിയും. അപ്പോൾ സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവണം. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അതായത് ഒരു LLPയോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പോ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് അതിനെ മാറ്റിയിട്ടുണ്ടാവണം. ഓക്കെ, ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഗ്രാൻഡ് ഐഡിയേഷനും വാലിഡേഷനും ഒക്കെ നിങ്ങൾ ഫണ്ട് ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ഗ്രാൻഡ്സ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ LLP ആയിട്ടോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം, ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവണം. മറ്റൊരു ബിസിനസ് രീതി, കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് എങ്കിൽ, അതായത് പുറത്ത് നിന്ന് പരിചയക്കാരായിരിക്കത്തില്ല, അതായത് പാർട്ട്ണർഷിപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുറത്ത് നിന്ന് നിങ്ങൾ ധാരാളം ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങൾ എടുക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കും, LLP കൂടി ആയിരിക്കത്തില്ല. ബെറ്റർ ഓപ്ഷൻ ഈസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. കാരണം ഒരാൾ എത്രയാണോ
ഇൻവെസ്റ്റ് ചെയ്തത് അതിനനുസരിച്ചിട്ടായിരിക്കും അയാൾക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടാവുക, വോട്ടിംഗ് ഷെയർ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇത് ലിമിറ്റ് ചെയ്യാനായിട്ട് കഴിയും, ആ വോട്ട് എത്ര കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ LLPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അപ്പോൾ പുറത്തുനിന്ന് ഇൻവെസ്റ്റേഴ്സിനെ തേടുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കും ഏറ്റവും ആപ്റ്റായിട്ട് വരിക. ഫ്രാഞ്ചൈസി മോഡലിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് എങ്കിൽ, നിങ്ങൾക്കൊരു ഷോപ്പുണ്ട്, ഒരു ടീ സ്റ്റോളാണ്, അതിന് നിങ്ങൾക്ക് കേരളം കംപ്ലീറ്റ് ഫ്രാഞ്ചൈസി കൊടുക്കണം. അതായത് ധാരാളം സ്ഥാപനങ്ങളായിട്ട് നിങ്ങൾ ഫ്രാഞ്ചൈസി ഡീഡ് ഉണ്ടാക്കേണ്ട, എഗ്രിമെൻറ്റ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും, സൈൻ ചെയ്യേണ്ടതായിട്ട് വരും, അവിടുത്തെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കേണ്ടതായിട്ട് വരും. ഒരുപാട് ഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസസിൽ ബെറ്റർ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, നിങ്ങൾക്ക് ഏത് രീതിയും സ്വീകരിക്കാം, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം നിങ്ങളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു LLP ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഇതായിരിക്കും കുറച്ചുകൂടെ ഒരു സേഫർ ആയിട്ടുള്ള, കുറച്ചൊന്ന് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ സേഫ്, അല്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നമില്ലാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് ആ രീതിയിൽ, അതായത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡോ LLP ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ചെറിയൊരു ബിസിനസ്സാണ് ചെയ്യുന്നത് എങ്കിൽ, ചെറിയൊരു ഷോപ്പ്, കടമുറി എടുത്തിട്ട് അവിടെ നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഫോട്ടോസ്റ്റാറ്റോ അത്തരത്തിലുള്ള പരിപാടിയാണ് ചെയ്യുന്നത് എങ്കിൽ ഒരു MSME രജിസ്ട്രേഷൻ മാത്രം മതിയാവും. വലിയ രജിസ്ട്രേഷൻസ് ഇൻകോർപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ചെറിയ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട്, MSME രജിസ്ട്രേഷൻ മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. ഇനി മറ്റൊന്ന്, നിങ്ങൾ PMEGP ലോണിനെ ആശ്രയിച്ചിട്ടാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ധാരാളം ലോൺ സ്കീംസ് ഉണ്ട്. അതിൽ PMEGP ലോൺ സ്കീമിനെ വെച്ചിട്ടാണ് നിങ്ങൾ, അതിനെ ആശ്രയിച്ചിട്ടാണ് ബിസിനസ് റൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ PMEGP ലോൺ മാത്രം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യരുത്. അതായത് പ്രൈവറ്റ് ലിമിറ്റഡോ LLP ആക്കരുത്. ഒരു MSME, അതായത് പ്രൊപ്പറേറ്റർക്ക് മാത്രമേ PMEGP ലോൺ കിട്ടത്തുള്ളൂ. റൈറ്റ്, ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്തുള്ള കമ്പനിക്ക് കിട്ടത്തില്ല. ബാക്കി എല്ലാ ലോണുകളും നിങ്ങൾക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈൽ ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ PMEGPയുടെ കേസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങളൊരു പ്രൊപ്പറേറ്റർ ആയിരിക്കണം എങ്കിലേ കിട്ടത്തുള്ളൂ. പക്ഷേ ബാക്കി ലോൺസ് എല്ലാം കിട്ടും. ഇനി നിങ്ങളുടെ ലക്ഷ്യം വളരെ വലിയൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ, ധാരാളം ബ്രാഞ്ചസ് ഒക്കെയുള്ള ഒരു വലിയൊരു സ്ഥാപനമാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ, അതായത് ധാരാളം ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യണം, ഗവൺമെൻറ്റിൻ്റെ നിന്ന് ധാരാളം ഫണ്ടിങ്ങും ഒപ്പം തന്നെ ഗ്രാൻസ് എല്ലാം നിങ്ങൾക്ക് എടുക്കണം, അത്തരത്തിലാണ് ആഗ്രഹമെങ്കിൽ ഏറ്റവും ബെറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് അതിൽ ഏറ്റവും ബെറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. കാരണം പലപ്പോഴും ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഗ്രാൻസ് എല്ലാം അനുവദിക്കുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിനാണ്. അതായത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനീസിനാണ്. ആ എക്സ്പീരിയൻസ് കാണിക്കാൻ നമുക്ക് കഴിയുന്നത് ഇൻകോർപ്പറേഷൻ എപ്പോൾ മുതലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് അത് മുതലാണ് നമുക്ക് എക്സ്പീരിയൻസ് കാണിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിനു മുമ്പ് ഒരുപക്ഷേ നിങ്ങൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് നിങ്ങൾ പ്രൊപ്പറേറ്റർഷിപ്പായിട്ടായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് സ്കീമിന് വേണ്ടി മാത്രം നിങ്ങൾ ഇപ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്തു. അതിനർത്ഥം നിങ്ങൾ ആ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഉള്ളത് കഴിഞ്ഞ 1 വർഷമായിരിക്കും. അന്ന് മുതൽ 10 വർഷം മുമ്പേ നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കിട്ടിയേനെ. അപ്പോൾ പലതും എക്സ്പീരിയൻസിന് ബേസ് ചെയ്തിട്ടാണ് പല സ്കീംസും ഉള്ളത്. അപ്പോൾ പല ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇമീഡിയറ്റ്ലി നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് നോക്കുക, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറ്റാനായിട്ട് നോക്കുക. ഡെഫിനറ്റ്ലി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ LLP ആക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഇയർലി നമുക്ക് കുറച്ച് എക്സ്പെൻസ് വരും. പക്ഷേ ഒരു വലിയൊരു ലക്ഷ്യമാണ് മുമ്പിലുള്ളതെങ്കിൽ ആ എക്സ്പെൻസ് ഒന്നുമല്ല. ഇനി ധാരാളം ട്രാൻസാക്ഷൻസ് ഉള്ള, ധാരാളം ഫണ്ട് ഒഴുകുന്ന കൈൻഡ് ഓഫ് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അവിടെയും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു LLP ആയിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടോ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വരുന്നത് അത്രത്തോളം ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കത്തില്ല. ബെറ്റർ കമ്പനി അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതായിരിക്കും. അവിടെ ഒരു LLP അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമോ ആയിരിക്കും ഏറ്റവും ഉചിതം. ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യക്തികളുമായിട്ടാണ് നിങ്ങൾ ബിസിനസ് അസോസിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ, നിങ്ങൾക്കൊട്ടും പരിചയമില്ല, ആ വ്യക്തികളെ വെച്ചിട്ടാണ് നിങ്ങൾ ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ ഏറ്റവും നല്ലത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്, അത്യാവശ്യം വലിയ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു വലിയൊരു എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു ഷെഫുണ്ട്. ആ ഷെഫിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പുള്ളിയെ നിങ്ങളുടെ ഡയറക്ടർ ബോർഡിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്, ഒരു ഡയറക്ടർ ആക്കണം എന്നുള്ളതാണ്. പക്ഷേ ആൾക്ക് കംപ്ലീറ്റ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ അധികാരവും കൊടുക്കണം നിങ്ങൾക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കിയിട്ട് ഒരു 10% 15% ഷെയർസ് അദ്ദേഹത്തിന് അലോട്ട് ചെയ്ത് കൊടുക്കുക. റൈറ്റ്, അപ്പോൾ അത്ര മാത്രമേ അദ്ദേഹത്തിന് അവിടെ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ബെറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കും. ഇനി നിങ്ങളുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് LLP എടുത്തിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. റൈറ്റ്, ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾ പൈസ എടുക്കുന്നതെങ്കിൽ, ക്ലോസ് ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം അറിയുന്ന, വർഷങ്ങളോളം അറിയുന്ന ആൾക്കാർ, കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
അതായത് ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടിൽ ഏതെങ്കിലും ഒരു ഗുണം വേണം. ഒന്നില്ലെങ്കിൽ അദ്ദേഹം ഫണ്ട് കൊണ്ടുവരണം, അല്ലാന്നുണ്ടെങ്കിൽ ആൾ പണിയെടുക്കണം, സ്പെസിഫിക് സ്കില്ലുള്ള ഒരു വ്യക്തിയായിരിക്കണം. അല്ലാത്ത ആൾക്കാരെ നിങ്ങൾ ഒരിക്കലും പാർട്ട്ണർഷിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനവും പോകും. കാരണം നിങ്ങൾ ഇരുന്ന് അധ്വാനിക്കും, ആ വ്യക്തി അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കൊണ്ടുപോവുകയും ചെയ്യും. ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് പണിയും ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലോസ് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ LLP ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, ക്ലോസ് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ ഒരു ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ഏത് രജിസ്ട്രേഷനാണ് ഫൗണ്ടേഷൻ ലെവൽ ബിസിനസ്സിന് ഏത് രീതിയിലാണ് ഫോം ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള ബിസിനസ് രജിസ്ട്രേഷൻസും നമ്മുടെ സ്ഥാപനമായിട്ടുള്ള ബ്രാൻഡിസം ചെയ്തു കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിലും ആ നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.